മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂരിൽ. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിലെ സർക്കാർ നിലപാട് ആവർത്തിച്ച് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. പ്രതീക്ഷിച്ചിടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചില്ലെങ്കിലും അവസാനത്തെ ദുരന്തബാധിതനെ പുനരധിവസിപ്പിച്ചിട്ട് LDF സർക്കാർ ചുരമിറങ്ങുകയുള്ളൂവെന്ന് മന്ത്രി. തൃശൂർ നഗരത്തിലെ പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ നിലനിർത്താൻ കെട്ടിടോടമകൾ വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതായി ആരോപണം. നിയമ നടപടികൾ സ്വീകരിക്കാതെ കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ. കട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ്. മുൻ സെക്രട്ടറി സജിത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മരുട്ടിച്ചാൽ വല്ലൂരിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അമിത വേഗതയിൽ വന്ന പിക്കപ്പ് ബസ്സിലിടിക്കുന്ന ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയും. അതിദുർബലാവസ്ഥയിൽപ്പെട്ട മേഖലകളിലെ അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിലെ സർക്കാർ നിലപാട് ആവർത്തിച്ചുറപ്പിച്ച് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചില്ലെങ്കിലും അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിച്ചിട്ട് LDF സർക്കാർ ചുരം ഇറങ്ങുകയുള്ളൂവെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രതീക്ഷിച്ച സഹായം ലഭിക്കാതിരുന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭ്യമായി. ഇതാണ് മലയാളത്തിന്റെ മനസ്സെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ലീഡേഴ്സ് മീറ്റ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന ഹോം ഫോർ എവരിവൺ പദ്ധതിയുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തി. സമാനതകളില്ലാത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. DBCLC ഹാളിൽ നടന്ന യോഗത്തിൽ സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 50,000-ഓളം വ്യാപാരികൾക്കും 2.5 ലക്ഷത്തോളം കുടുംബാംഗങ്ങൾക്കുമായി സമിതി ഏർപ്പെടുത്തിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ V-കെയറിന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി കുടുംബ സുരക്ഷാ പദ്ധതികളിലൂടെ 50 കോടി രൂപ വിതരണം ചെയ്തതിന്റെ പ്രഖ്യാപനം സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി നടത്തി. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി V-കെയർ പദ്ധതിയുടെയും സംസ്ഥാന ട്രഷറർ S. ദേവരാജൻ ഹോം ഫോർ എവരിവണിന്റെയും ലോഗോ പ്രകാശനം ചെയ്തു. സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ, ട്രഷറർ ജോയി മൂത്തേടൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അബി, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ നിലനിർത്താൻ വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് കെട്ടിട ഉടമകൾ പൊളിക്കൽ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതായി കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് യാതൊരു മാനദണ്ഡവുമില്ലാതെ വൻ തുകകൾ കൈപ്പറ്റി ഇത്തരത്തിലുള്ള വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് നൽകുന്നതെന്നും ജോൺ ഡാനിയൽ ആരോപിച്ചു. PWD വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരും നഗരത്തിലെ വീഴാറായി നിൽക്കുന്ന കെട്ടിടങ്ങൾക്ക് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. നഗരത്തിലെ തകർന്നു വീഴാറായതും 2 ദിവസങ്ങൾക്ക് മുൻപ് തകർന്നു വീണതുമായ സ്വരാജ് റൌണ്ടിലെ കെട്ടിടത്തിന് പോലും ഇവർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നതായും ആരോപിച്ചു. ഈ കെട്ടിടങ്ങൾ നിലനിർത്താൻ ആവശ്യമായ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിഭാഗവുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമകൾ അനധികൃതമായി വ്യാജമായി സമ്പാദിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഈയിടെ വീണ സ്വരാജ് റൌണ്ടിലെ കെട്ടിടത്തിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് വിഭാഗം സിവിൽ ഡിപ്പാർട്ട്മെന്റ് വിഭാഗം നൽകി എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വ്യാജമായി സമ്പാദിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട മേയർ വിജിലൻസിന് കത്ത് നൽകി അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ സ്ഥാപനത്തിലെ എഞ്ചിനീയർമാർ തകർന്നു വീഴാറായ ഈ കെട്ടിടങ്ങൾക്ക് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുമ്പോഴാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ തസ്തികയിലുള്ളവർ ഇത്തരത്തിൽ വ്യാപകമായി സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ച് കെട്ടിട ഉടമകൾ ഈ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെതിരായി കോടതി വിധികൾ സമ്പാദിച്ചിട്ടും തൃശൂർ കോർപ്പറേഷൻ ഇതിനെതിരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാതെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ജോൺ ഡാനിയൽ ആരോപിച്ചു.
കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടാകാമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് നടത്തിയ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടാകാമ്പാൽ മൂലേപ്പാട് സ്വദേശി പാക്കാട്ട് വീട്ടിൽ സജിത്തിനെയാണ് കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പഴയ സ്വർണം, ആധാരങ്ങൾ, സാലറി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് 2 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി സെക്രട്ടറിയായിരുന്ന സജിത്തിനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ സജിത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. മരോട്ടിച്ചാൽ വല്ലൂരിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. മരോട്ടിച്ചാലിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന അനാർക്കലി ബസ്സിൽ എതിരെ വന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസ് ഡ്രൈവർ കല്ലൂർ സ്വദേശി ജിതേഷിനും യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇവർ പ്രാഥമിക ചികിത്സ തേടി. ഇറച്ചിയുമായി അമിത വേഗതയിൽ വന്ന പിക്കപ്പ് ബസ്സിലിടിക്കുന്ന ദൃശ്യങ്ങൾ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞു. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിൽപ്പെട്ട പിക്കപ്പിലെ ഡ്രൈവറും ക്ലീനറും സംഭവസ്ഥലത്ത് നിന്ന് പോയതിനു ശേഷം തിരിച്ചെത്തിയില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ബസ് ജീവനക്കാർ ഉല്ലൂർ പോലീസിൽ പരാതി നൽകി. ട്രോളിംഗ് നിരോധനകാലം കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം. അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധന കാലം. ഈ 2 കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കപ്പൽ അപകടം. മത്സ്യവിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചാരണത്തെ തുടർന്ന് മത്സ്യക്കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത്. മത്സ്യക്ഷാമം, കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പൽ അപകടത്തിന്റെ പേരിലുള്ള പ്രചരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ കപ്പൽ മുങ്ങിയ ആ ടൈം മുതൽ പറയുന്നത് അത് പൊട്ടിത്തെറിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഇന്നേവരൊക്കെ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഈ ഒരുപാട് പൈസകളൊക്കെ ചെലവ് ചെയ്ത് ഇനിയിപ്പോൾ വരുന്നത് ഒരു സീസൺ പണിയാണ് ഈ വരുന്നത്. അപ്പോൾ മീനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ മുതലുകളൊക്കെ കടവും വിലയും കയറി നശിച്ചു പോകാനല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇത് കടവും വിലയായിട്ട് ഒരുപാട് മുതൽ ഉണ്ടാക്കിയിട്ട് എല്ലാ ഞങ്ങളെന്നല്ല മൊത്തം മത്സ്യത്തൊഴിലാളി, കേരളത്തിലെ മൊത്തം മത്സ്യത്തൊഴിലാളി ചെയ്തത്. ഇപ്പോഴാണ് ഈ 2-3 മാസം കിട്ടുള്ളൂ. ഏത് ഫിഷിംഗ് ബോട്ടിൻ്റെ ഇവരിൽ നിന്ന് കയറുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത് കിട്ടണമെങ്കിൽ ഒരാളും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാ ഡോക്ടർമാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു പഠനം നടത്തിയാൽ കുഴപ്പമില്ല. ഇത് പഠനം നടത്താണ്ട് നമുക്ക് വായത്ത് പോലും പറയണവർ ഏത് ഇങ്ങനെ ക്യാൻസർ മറ്റ് ഓരോരോ അസുഖങ്ങളൊക്കെ പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത്. മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കേരളത്തിനാവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാതെയാണ് LDF സർക്കാർ കോടികൾ ധൂർത്തടിച്ച് 10ാം വാർഷികം ആഘോഷിക്കുന്നതെന്നും ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് ഭരണം നടത്തുന്നത്. 100 രൂപയുടെ വർധനവിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ ആവശ്യം പരിഗണിക്കാത്ത മുഖ്യമന്ത്രി മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പ്രൊമോഷന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികളാണ് ചെലവഴിക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഉദ്ഘാടനങ്ങളിൽ പോലും മുഹമ്മദ് റിയാസിനെ അധ്യക്ഷനാക്കുന്ന മുഖ്യമന്ത്രി തനിക്ക് ശേഷം CPM-ൽ മരുമകന് സ്ഥാനം ഉറപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ 1 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ BJP വലിയ ശക്തിയായി മാറിയെന്നും MT രമേശ് പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്ത്, സെക്രട്ടറി നിത്യാസാഗർ, മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, E ചന്ദ്രൻ, സുമൻ തയ്യൂർ, രേഷ്മ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു. രാജേഷിന്റെ ചോദ്യം ന്യായമാണ്. പിണറായി വിജയനോട് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ MV രാജേഷ് പറയാതെ പറഞ്ഞൊരു കാര്യം, ഞാൻ അധ്യക്ഷത വഹിക്കേണ്ട ഒരു ചടങ്ങ്. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം.
VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ ഇന്ധന ചോർച്ച കണ്ടെത്തി. പമ്പിന് സമീപത്തെ തോട്ടിലെ വെള്ളത്തിന് ഇന്ധനത്തിന്റെ ഗന്ധമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ഓയിൽ കമ്പനി ടെക്നീഷ്യൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി ചോർച്ച പരിഹരിച്ചു. MLD-യിലുണ്ടായ തകരാറാണ് ഇന്ധന ചോർച്ചയ്ക്ക് കാരണമായത്. ഡമ്മി ഉപയോഗിച്ചാണ് ഇപ്പോൾ ചോർച്ച തടഞ്ഞിട്ടുള്ളത്. ദിവസമായിട്ട് പെട്രോളിന് ഭയങ്കര മണം. എല്ലാവരും പറയാൻ തന്നെ പെട്രോളിന് ഭയങ്കര മണമെന്ന്. ഇപ്പൊ ഈ മഴ ആരംഭിച്ചതിന് ശേഷമാണ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വഴി പോയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉരുണ്ടുള്ളി മൈതാനം തുടങ്ങിയിട്ട് അഷ്ടമിച്ചിറ ജംഗ്ഷൻ വരെ പെട്രോളിന് മണമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോഴാണ് ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ വെള്ളം എല്ലാവരും സമീപത്തെ കിണറിലേക്ക് ഇരിക്കും, പാടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ചേലക്കര നാട്ടിൻചിറയിൽ യുവതി കുളത്തിൽ മുങ്ങി മരിച്ചു. ലൈലാക്കുളമ്പിൽ പുടവങ്ങോട്ടുഞ്ഞാലിൽ സവാദിന്റെ മകൾ 19 വയസ്സുള്ള നാഷിദയാണ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ മുങ്ങി മരിച്ചത്. വിവരമറിഞ്ഞെത്തിയ ചേലക്കര പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി OB അരുൺകുമാർ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന KP വിനയൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. രേഖകളിൽ ഒപ്പുവെച്ച ശേഷം ദേവസ്വം ലോക്കറുകളുടെ താക്കോലുകൾ ഏറ്റുവാങ്ങി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, മുൻ അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊല്ലം സ്വദേശിയായ അരുൺകുമാർ നേരത്തെ റവന്യൂ ദേവസ്വം വകുപ്പിൽ സെക്ഷൻ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1 വർഷമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. പുത്തൂർ വെട്ടുകാട് ഏഴാംകല്ലിൽ ചായക്കടയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയയാളെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. ഏഴാംകല്ല് സ്വദേശി പനങ്കൂട്ടത്തിൽ രാമനാണ് പിടിയിലായത്. എക്സൈസ് കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ 10 ലിറ്റർ വിദേശമദ്യം പിടിച്ചെടുത്തു. ഡ്രൈഡേയോടനുബന്ധിച്ച് 430 രൂപ വിലയുള്ള മദ്യം 600 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഗിരീഷ്, NR രാജു, പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത്ത്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ, ഇർഷാദ്, അരുൺ, ഷൈജു തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുറച്ച് എണ്ണ കമ്പനികൾ. സിലിണ്ടർ ഒന്നിന് 24 രൂപയാണ് കമ്പനികൾ കുറച്ചത്. ഇതോടെ 19 കിലോഗ്രാം ഭാരമുള്ള LPG സിലിണ്ടറിന്റെ വില 1723 രൂപ 50 പൈസയായി. ഈ വർഷം ഇത് 2ാം തവണയാണ് LPG സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്നത്. ഇനി TCV സെഗ്മെന്റ്. പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. ജില്ലയിലെ കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കളിമുറ്റത്തേക്ക് കുഞ്ഞുകാലടികളെ തോൽപ്പിച്ച് ആദ്യം മഴയിങ്ങെത്തി. വിദ്യാലയ കവാടം തുറന്ന് കുട്ടികളെത്തുമ്പോൾ വരവേൽക്കാൻ കാലവർഷം കാത്തുനിൽക്കുന്നു. പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാൻ സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു. അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ തൂങ്ങി ഉത്സാഹക്കുടയുമായി എത്തുന്നവരെ പിന്നെ കാണുന്നത് കണ്ണീർ മഴയത്താണല്ലോ. അവരെ വീണ്ടും ചിരിയുടെ കുട ചൂടിക്കാൻ മിഠായികളും ബലൂണുകളും വർണ്ണത്തൊപ്പികളും ഒക്കെ തയ്യാറാണ്. പ്രവേശനോത്സവം പരമാവധി കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും PTA ഭാരവാഹികളും. ഇന്നലത്തോടുകൂടി തന്നെ എല്ലാ വൃത്തിയാക്കലും പിന്നെ കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കലും അതിന് ടെസ്റ്റ് കൊടുക്കലും എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ എല്ലാം സജ്ജരാണ്. ഉയർന്ന ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചവരും 2 മാസത്തെ ആഘോഷം കഴിഞ്ഞ് വീണ്ടും സ്കൂളുകളിലേക്ക് എത്തുകയാണ്. കളിത്തിമിർപ്പിന്റെ മേളപ്പെരുക്കം കഴിഞ്ഞ് സൗഹൃദങ്ങളുടെ കുടമാറ്റങ്ങളിലേക്ക് ഇറങ്ങുകയാണവർ. പറയാൻ വിശേഷങ്ങളുടെ കൂട്ടപ്പൊരിച്ചിൽ തന്നെയുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉപചാരം ചൊല്ലി പിരിയാത്ത ഒന്നുണ്ട്, അത് പഠനം തന്നെ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അനന്തകൃഷ്ണനൊപ്പം KB ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ.
പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ പുറത്തിറക്കിയ 4ാം തരത്തിലെ കേരള പാഠാവലി മലയാള പുസ്തകത്തിൽ സ്വന്തം കഥ ഉൾപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കയ്പമംഗലം മൂന്നുവീടിക സ്വദേശി SM ജീവൻ. ഏഴു വർഷം മുൻപ് ഒരു ശസ്ത്രക്രിയയുടെ അനന്തരഫലമായി സ്പൈനൽ കോഡിനുണ്ടായ തകരാർ മൂലം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൂന്നുപീടിക സ്വദേശി ജീവന് കഥയെഴുത്ത് പ്രാണവായു പോലെയാണ്. 2 പതിറ്റാണ്ട് നീണ്ട ഈ യുവാവിന്റെ കഥയെഴുത്തിനുള്ള അംഗീകാരം കൂടിയാണിത്. മാസങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ മാസികയായ യുറീക്കയിൽ എഴുതിയ കഥയാണ് സമകാലിക പ്രസക്തി മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലയാള പാഠാവലിയിലേക്ക് തിരഞ്ഞെടുത്തത്. യുദ്ധത്തിനെതിരെയുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ കഥ വരുന്നത് ഒരു ഇല്ലസ്ട്രേറ്റഡ് കഥ എന്നുള്ള രീതിയിലാണ്. യുദ്ധത്തിനെതിരെയുള്ള കഥ എന്നുള്ള രീതിയിൽ ഇത് എടുക്കപ്പെടുകയും ഇല്ലസ്ട്രേഷനൊക്കെ മാറ്റിക്കൊണ്ട് പാഠപുസ്തക സമിതി വേറെ പുതിയ ഇല്ലസ്ട്രേഷനിൽ കൂടെ അത് നിർവഹിക്കുകയാണ് ഉണ്ടായത്. കഥ യുറീക്കയിൽ കുട്ടികൾ വായിച്ചിഷ്ടമായ കഥയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ എടുക്കപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടാണ്. യുദ്ധം അത്ര നല്ലതല്ല എന്ന ശീർഷകത്തിലുള്ള കഥ ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുന്ന കുട്ടിയുടെ ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പെരിഞ്ഞനം ശാഖയിലെ ക്ലർക്കായ ജീവൻ യുറീക്കയുടെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയാണ്. പുസ്തകങ്ങളോട് കൂട്ടുകൂടി എഴുത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ജീവൻ ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. TCV കയ്പമംഗലം. പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പോലീസിന്റെ പരാതിപ്പെട്ടി സ്ഥാപിക്കും. സ്കൂളുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്ഥാപിക്കുന്ന പെട്ടിയിലെ പരാതികളിൽ നടപടി സ്വീകരിക്കുക പോലീസാവും. ഓരോ സ്കൂളിലും അതാത് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് ചുമതല നൽകും. പരാതിപ്പെട്ടികളിൽ നിന്ന് ലഭിച്ച പരാതികളിൽ ഓരോ മാസവും സ്കൂൾ അധികൃതരുടെ സാന്നിധ്യത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറോ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരാതി തുറന്നു പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. സ്കൂളിൽ പരിഹരിക്കേണ്ട പരാതികൾ അവിടെ പരിഹരിക്കും. ഗൗരവമായ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുകയും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടവ അവർക്ക് കൈമാറുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് PV അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർട്ടിയുടെ പ്രഖ്യാപനം. നാമനിർദ്ദേശ പത്രിക നാളെ സമർപ്പിക്കും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത്. കേരള കോൺഗ്രസ് മുൻ നേതാവായിരുന്ന മോഹൻ ജോർജ് മാർത്തോമ സഭാ പ്രതിനിധിയും നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയുമാണ്. കഴിഞ്ഞ ദിവസം BJP നേതൃത്വം തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും മോഹൻ ജോർജ് പ്രതികരിച്ചു. നിലമ്പൂരിൽ ശക്തമായ മത്സരം നടക്കുമെന്നും മോഹൻ ജോർജ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പിന്മാറി. ഞായറാഴ്ച തൃശൂരിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കാലങ്ങളായി വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി വ്യാപാരികളെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ LDFും UDFും തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിലാണ് മത്സരത്തിൽ നിന്നും പിന്മാറുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പുകൾ ശല്യമായി തോന്നുന്നത് ഫാസിസ്റ്റ് പ്രവണതയുടെ പ്രത്യക്ഷ ലക്ഷണമാണെന്ന് NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ അഭിപ്രായപ്പെട്ടു. NCP മുൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ KB ഉണ്ണിത്താൻ മാസ്റ്ററുടെ 8ാം ചരമവാർഷിക ദിനത്തിൽ NCPS തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NCPS ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് കാടൻ അധ്യക്ഷത വഹിച്ചു. NCPS സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, വേണു വെണ്ണറ, പ്രസിഡന്റ് CL ജോയ്, NYC സംസ്ഥാന പ്രസിഡന്റ് CR സജിത്, യുവജന കമ്മീഷൻ അംഗം വിജിത വിനുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ദാ ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. TCV പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയും. അതിദുർബലാവസ്ഥയിൽപ്പെട്ട മേഖലകളിലെ അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടൽ. 19 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. ദുരന്തത്തിന് 7 വർഷം തികയുമ്പോൾ ജില്ലയിലെ ഒട്ടേറെ പ്രദേശങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ ഭീതിയിലാണ്. ജില്ലയുടെ ഒരു മേഖല മുഴുവൻ മലയോര പ്രദേശമാണ്. ഇതിൽ അതിരപ്പിള്ളി, വെള്ളിക്കുളങ്ങര, പള്ളം, ദേശമംഗലം എന്നിവിടങ്ങളിൽ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അകമല ഉൾപ്പെടെയുള്ള വനമേഖലയും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നു. രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ 10 ഇടങ്ങളിൽ തൃശൂർ ജില്ലയും ഉൾപ്പെടുന്നതായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ഉപഗ്രഹ വിവരങ്ങൾ വിശകലനം ചെയ്ത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തിയത്. മഴ കനക്കുമ്പോൾ മലയോര മേഖല ഭീതിയിലാണ്. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ മലയിടിച്ചിൽ ഭീഷണി വർദ്ധിക്കും. എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ നിർമ്മിച്ച ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെ നിർമ്മിക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ താഴ്വാരങ്ങളിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടി ഭീഷണിയാണ്. പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടും ഇനിയും പഠിക്കാതെയുള്ള ഇത്തരം അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് ആക്കം കൂട്ടും. പുഴയ്ക്കലിലെ പെട്രോൾ പമ്പിന് സമീപമുള്ള കുന്നിൻ ചെരുവിലെ അപകടകരമായ നിർമ്മിതിയാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒട്ടേറെ കെട്ടിടങ്ങൾ അപകടകരമായ സ്ഥിതിയിൽ തന്നെ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരനായ ഒരുവൻ 4 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂര പണിയാൻ അധികാരികളെ സമീപിക്കുമ്പോൾ നൂലാമാലകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരം കെട്ടിടങ്ങൾക്കും അനുമതി നൽകിയിട്ടുള്ളത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കാലവർഷം തുടങ്ങിയതിനു ശേഷം ആദ്യ തീവ്രമഴ ദിവസങ്ങൾ അവസാനിക്കുകയാണെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതേസമയം പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്കിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. നിലവിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 156 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. മുല്ലശ്ശേരി പാടൂർ റോഡിൽ പുതുകുളം പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിൽ. പലതവണ അധികൃതരോട് പരാതിപ്പെട്ടുവെങ്കിലും പരിഹാരം കണ്ടില്ലെന്ന ആക്ഷേപം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് പരിസരവാസിയായ EA ബാബുവും അദ്ദേഹത്തിന്റെ 4 വയസ്സായ മകൾ ശ്രീദുർഗയും വെള്ളക്കെട്ടിലിരുന്ന് പ്രതിഷേധ സമരം നടത്തി. സമരം നീണ്ടതോടെ പഞ്ചായത്ത് അധികൃതരും പാവറട്ടി പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിസരത്തെ വീട്ടുകാരുമായി ചർച്ച നടത്തി. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് സാധ്യമായ എല്ലാ മാർഗവും ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ഒരാഴ്ചയിലേറെ തുടരുന്ന കനത്ത വെള്ളക്കെട്ട് വീടുകൾക്കും ഭീഷണിയായി തുടങ്ങിയതോടെ പരിസരവാസികൾ സമരവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ആലപ്പാട് പടവ്, പുള്ളുപടവ് എന്നിവിടങ്ങളിലെ സ്ലൂയിസുകൾ അടച്ചിട്ട് മത്സ്യകൃഷി നടത്തുന്നതായി ആക്ഷേപം. വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സ്ലൂയിസുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്ലൂയിസുകൾ തുറന്നിടണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ മഴക്കാല മുന്നൊരുക്ക നിർദ്ദേശമുണ്ടായിരുന്നിട്ടും അതിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുകയാണ് പാടശേഖര സമിതികളെന്നാണ് ആരോപണം. അതേസമയം ചാഴൂർ, പാറളം മേഖലകളിലെ കോൾപടവുകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുവാനുള്ള ഇറിഗേഷൻ മെയിൻ ചാലിൽ കുളവാഴയും ചണ്ടിയും വന്നടിഞ്ഞതും ഒഴുക്കിന് തടസ്സമായി. മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. JD ബർണൽ വിപ്ലവകാരിയായ ശാസ്ത്രജ്ഞനായിരുന്നുവെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്
മുൻ പ്രൊഫസറും അഖിലേന്ത്യാ ജനകീയ ശാസ്ത്ര ശൃംഖലയുടെ മുൻ അധ്യക്ഷനുമായ ഡോക്ടർ സബ്യസാജി ചാറ്റർജി പറഞ്ഞു. ഹെർബർട്ട് ആന്റണി വിവർത്തനം ചെയ്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച JD ബെർണൽ മഹാശാസ്ത്രജ്ഞന്റെ ജീവിതകഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശ്രീ കേരളവർമ്മ കോളേജ് അധ്യാപിക ഡോക്ടർ S. ബിനിക്ക് നൽകി ഡോക്ടർ MP പരമേശ്വരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ താലൂക്കിലെ തെരഞ്ഞെടുക്കപ്പെട്ട 50 വായനശാലകൾക്ക് 2 വോള്യങ്ങളുള്ള പുസ്തകം പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് സൗജന്യമായി വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി, ജില്ലാ സെക്രട്ടറി TV രാജു, ജില്ലാ ശാസ്ത്രാവബോധ സമിതി ചെയർമാൻ ഡോക്ടർ KK അബ്ദുള്ള, കൺവീനർ C. ബാലചന്ദ്രൻ, പുസ്തകത്തിന്റെ പരിഭാഷകൻ ഹെർബർട്ട് ആന്റണി, തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K. രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളി സാംസ്കാരികം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. അയ്യന്തോൾ കോസ്റ്റ് ഫോർഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന മലയാളി സാംസ്കാരിക സംഗമം KDRB ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മലയാളി ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് V. ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PM മനോജ് മലയാളി മുദ്ര സമർപ്പണം നടത്തി. തൃശൂർ CJM രമ്യ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. മലയാളി സംഗമം ജനറൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് MR മനോജ് കുമാർ, ഡോക്ടർ PC ഏലിയാമ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരായ സാബു ജോർജ്, PR രാജീവ്, CG ഡാൽമി, G. വേണുഗോപാൽ അടക്കമുള്ള നിരവധി പേർ മലയാളി മുദ്ര ഏറ്റുവാങ്ങി. കൊണ്ടാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ വീണ കാളയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. കേരകുന്ന് ചെട്ടിയാന്തറ വീട്ടിൽ ബാബു വർഗീസിന്റെ കിണറിലാണ് കാള വീണത്. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റും മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാളയെ രക്ഷപ്പെടുത്തിയത്. കാട്ടിൽ വസിക്കുന്ന കാളയായതുകൊണ്ട് അക്രമസാധ്യത ഏറെ ഉള്ളതിനാലാണ് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സമയമെടുത്തതെന്ന് ഫയർ ഓഫീസർ TK നിതീഷും മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ MV ജയപ്രസാദും പറഞ്ഞു. ഫോറസ്റ്റർ A. സിജു, സ്നേക്ക് ക്യാച്ചർ രമേശ്, CPI കൊണ്ടാടി ലോക്കൽ സെക്രട്ടറി KS ദിനേശ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വാണിജ്യം. ഇന്റീരിയർ ഡെക്കറേഷൻ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഫ്ലെക്സി ഫോൾഡിന്റെ തൃശൂർ ഫ്രാഞ്ചൈസിയുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് തൃശൂരിൽ നടന്നു. കൊടിയേറ്റം എന്ന പേരിൽ തൃശൂർ ജോയ് പാലസിലാണ് ഫ്ലെക്സി ഫോൾഡ് തൃശൂർ ഫ്രാഞ്ചൈസിയുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് നടന്നത്. ലേബർ അലുമിനിയം കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ്, ഫാബ്രിക് കാബ് മാനേജിംഗ് ഡയറക്ടർ ജാബിർ ഇൻഡോറ, ആക്ടിസോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ഷഫീഖ് ഉമ്മർ, മുഹമ്മദ് ഷഫീഖ്, PT ഫാബ്രിമിക്സ് പാർട്ട്ണർ ഷബീർ, ഫ്ലെക്സി ഫോൾഡ് കണ്ണൂർ ഡീലർ ഫർഷാദ് അബ്ദുള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലേബർ അലുമിനിയം കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ്, ഫാബ്രിക്കേറ്റേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ, സെക്രട്ടറി അൻഷാദ് ആലുവ എന്നിവർ ചേർന്ന് ഫ്ലെക്സി ഫോൾഡ് വീഡിയോ ലോഞ്ചിംഗ് നിർവഹിച്ചു. ലേഡി ഫാബ്രിക്കേറ്റർ അഞ്ജന, ഇന്റിമേറ്റ് അലുമിനിയം സാരഥി ശരത് കേച്ചേരി, അലുബ്രോസ് സാരഥികളായ വിഷ്ണു, സനീഷ് എന്നിവർ ചേർന്ന് ഫ്ലെക്സി ഫോൾഡ് ആപ്പിന്റെ ഇൻട്രൊഡക്ഷൻ നിർവഹിച്ചു. ഫ്ലെക്സി ഫോൾഡ് ജനറൽ മാനേജർ ജെറി മിഡിൽ ടച്ച് ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ ആദരണങ്ങളും അവാർഡ് വിതരണവും കേക്ക് മുറിക്കലും നടന്നു. തുടർന്ന് കരിന്തലക്കൂട്ടത്തിന്റെ നാടൻ പാട്ട് അരങ്ങേറി. അലുമിനിയം ഫാബ്രിക്കേഷൻസിന്റെ ഉന്നമനത്തിനായി കണ്ടുപിടിച്ച ടെക്നോളജിയാണ് ഫ്ലെക്സി ഫോൾഡ്. ഇന്റീരിയർ ഡിസൈനിങ്ങിനായി മിതമായ നിരക്കിൽ ചിതലും തുരുമ്പും വരാത്ത പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുകൾ എല്ലാ കളറുകളിലും ആകർഷകമായ ഡിസൈനുകളിലും ലഭിക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഫ്ലെക്സി ഫോൾഡിന്റെ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സാരഥികൾ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,733 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂരിൽ. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിലെ സർക്കാർ നിലപാട് ആവർത്തിച്ച് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചില്ലെങ്കിലും അവസാനത്തെ ദുരന്തബാധിതനെ പുനരധിവസിപ്പിച്ചിട്ട് LDF സർക്കാർ ചുരമിറങ്ങുകയുള്ളൂവെന്ന് മന്ത്രി. തൃശൂർ നഗരത്തിലെ പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ നിലനിർത്താൻ കെട്ടിട ഉടമകൾ വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതായി ആരോപണം. നിയമ നടപടികൾ സ്വീകരിക്കാതെ കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ. കട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ്. മുൻ സെക്രട്ടറി സജിത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മരുടിച്ചാൽ വല്ലൂരിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അമിത വേഗതയിൽ വന്ന പിക്കപ്പ് ബസ്സിലിടിക്കുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയിൽ. അതിദുർബലാവസ്ഥയിൽപ്പെട്ട മേഖലകളിലെ അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.